കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നാളെ രാവിലെ നടക്കും. ജില്ലാ കളക്ടറുമായി കുടുംബാംഗങ്ങളും സമരസമിതി പ്രവർത്തകരും നടത്തിയ മൂന്നാം വട്ട ചർച്ചയിലാണ് തീരുമാനം. ഉച്ചകഴിഞ്ഞ് 3-ന് കക്കയം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്താനും തീരുമാനമായി. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നതടക്കമുള്ള കുടുംബത്തിന്റെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിച്ച സാഹചര്യത്തിൽ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, ഇവരുടെ ഭാഗം ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അഥവാ നാളെ അത് പാലിച്ചില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ സമരം പിന്നെയും തുടങ്ങും. നിലവിൽ ഉറപ്പിൽ സംതൃപ്തരാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സിനോജ, ഈ ചർച്ചയിൽ ഒരു സമവായമായി ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യ, ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല, ഏറെക്കുറെ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി സംയുക്ത സമരസമിതി തീരുമാനിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു. അതിനുള്ള ഉത്തരവ് വനം വകുപ്പ് ഇറക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നാളെ തന്നെ വനം വകുപ്പ് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബാംഗത്തിന് ജോലിയും ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാരിലേക്ക് രേഖാമൂലം ശുപാർശ ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചിരിക്കുന്നു. മറ്റൊരാവശ്യം വനാതിർത്തിയിലുള്ള ഫെൻസിംഗ് ആയിരുന്നു. ആ ഫെൻസിംഗ് ജോലികളും നാളെ വനം വകുപ്പ് ആരംഭിക്കും. 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് നിർമ്മിക്കുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആകെ 26 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ജോലികൾ വനം വകുപ്പ് തീർക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് ഇൻക്വസ്റ്റ് നടത്തുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യും. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും സംസ്കാരം നടത്തുക. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് 2 വട്ടം കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും കളക്ടർ ഇക്കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ദേശീയപാത ഉപരോധിച്ചിരുന്നു, കക്കയത്ത് ഫോറസ്റ്റ് ഓഫീസൊക്കെ തന്നെ ഉപരോധിച്ചിരുന്നു. അതിനുശേഷമാണ് രാത്രി 10 മണിക്ക് കളക്ടർ 3-ാം വട്ടം യോഗം വിളിച്ച് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചിരിക്കുന്നത്. ആര്യ.